എല്ലാവർക്കും റിവ്യൂ മീഡിയയിലേക്ക് സ്വാഗതം. നെറ്റ്ഫ്ലിക്സ് വഴി പുറത്തിറങ്ങിയ പുതിയൊരു ഡോക്യുമെൻ്ററിയാണ്, മലയാളം ഡോക്യുമെൻ്ററിയാണ് കറി ആൻഡ് സൈനൈഡ് ദി ജോളി ജോസഫ് കേസ് എന്ന് പറയുന്ന ഈ ഒരു ഡോക്യുമെൻ്ററിയിൽ മെയിനായിട്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ജോളി ജോസഫ് എന്ന സ്ത്രീ തൻ്റെ കുടുംബത്തിൻ്റെ ഇടയിൽ തന്നെ 6 പേരെ കൊലപ്പെടുത്തുകയാണ്, അതും സൈനൈഡ് കൊടുത്തിട്ട്. അപ്പോൾ എന്തിനാണെന്ന് ഈ ഒരു കൊലപാതകം, എങ്ങനെയാണ് ഈ ഒരു കൊലപാതകം ചെയ്തത്, ആരൊക്കെയാണ് സഹായി, എങ്ങനെ പിടിക്കപ്പെട്ടു, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ചും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്ന ഡോക്യുമെൻ്ററിയാണ് ഈ കറി ആൻഡ് സൈനൈഡ് ദി ജോളി ജോസഫ് കേസ് എന്ന് പറഞ്ഞ ഈ ഡോക്യുമെൻ്ററിൽ പറയുന്നത്. അപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ജില്ലയിൽ നടന്ന സംഭവമാണ്. അപ്പോൾ ഞാൻ ഈ കേസും കാര്യങ്ങളൊക്കെ തന്നെ ന്യൂസിലാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ എന്തിന് കൊലപാതകം ചെയ്തു എന്നുള്ളത്, ജസ്റ്റ് ആരൊക്കെ കൊലപാതകം ചെയ്തു, 6 പേര് കൊല്ലപ്പെട്ടു, എന്തിന് ചെയ്തു എന്നുള്ളത് ജസ്റ്റ് കേട്ടിട്ട് മാത്രമേ പോയിട്ടുള്ളൂ. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്തിനായിരുന്നു എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഈ ഒരു ഡോക്യുമെൻ്ററിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒട്ടും തന്നെ ബോറടിപ്പിക്കാതെ നല്ലൊരു ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടാണ് ഈ ഒരു സീരീസ് എൻഗേജ് ചെയ്യിപ്പിച്ചാണ് ഈ ഒരു ഡോക്യുമെൻ്ററി കടന്നു പോകുന്നത്. ആ ഒരു കാര്യത്തിൽ ഒരു പോസിറ്റീവായിട്ട് എടുക്കാം. ചില ഡോക്യുമെൻ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര സ്ലോ ബേണിംഗ് ആയിട്ടൊക്കെയാണ് കടന്നു പോവുക. പക്ഷേ ഇതായിക്കോട്ടെ, തുടക്കത്തിൽ 15 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഭയങ്കരമായിട്ട് എൻഗേജ് ചെയ്യിപ്പിച്ചും ത്രില്ലടിച്ചും കടന്നു പോകുന്നുണ്ട്. എനിക്ക് പേഴ്സണലി ക്രൈം ത്രില്ലർ, ഇൻവെസ്റ്റിഗേഷൻ, സീരിയൽ കില്ലർ ഇങ്ങനെ ബേസ് ചെയ്തിട്ടുള്ള സിനിമകളും ഡോക്യുമെൻ്ററിയൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ എന്നെപ്പോലെ നിങ്ങൾക്കും ഇതുപോലെ സീരിയൽ കില്ലർ, ക്രൈം ത്രില്ലർ ഇങ്ങനെയുള്ള സ്റ്റോറികളും സിനിമകളും ഡോക്യുമെൻ്ററിയൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡോക്യുമെൻ്ററി ഇഷ്ടപ്പെടാൻ ചാൻസും ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ജോളി ജോസഫ് കേസ് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണം. എങ്ങനെ പിടിക്കപ്പെട്ടു, എങ്ങനെ കൊലപാതകം ചെയ്തു, എന്തിന് കൊലപാതകം ചെയ്തു, 6 പേർ എന്തിന് കൊന്നു, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ, ചെറിയൊരു കുട്ടിയടക്കമാണ് കൊലപാതകം ചെയ്യുന്നത്. അപ്പോൾ എന്തിനൊക്കെയാണ് ഈ ജോളി ജോസഫ് സ്ത്രീ എന്ന് പറയുന്നത് കൊലപാതകം ചെയ്യുന്നത്, അങ്ങനെയൊക്കെ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഡോക്യുമെൻ്ററി നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ്. 1 മണിക്കൂർ 38 മിനിറ്റ് മാത്രമേ ഡ്യൂറേഷനുള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടു നോക്കാം. അതൊരു പോസിറ്റീവായിട്ട് എടുക്കാം. ഒരുപാട് ലെങ്ത്തും കാര്യങ്ങളൊന്നുമില്ല. കൂടുതലായിട്ടും ഇവർ ഡോക്യുമെൻ്ററി ഉണ്ടാക്കിയ ആളുകൾ ക്രിയേറ്റ് ചെയ്ത കുറച്ച് വിഷ്വലും അതുപോലെ തന്നെ മീഡിയയിൽ നിന്ന് കിട്ടിയിട്ടുള്ള കുറച്ച് വീഡിയോ ഫുട്ടേജും കാര്യങ്ങളൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടാണ്. അതുപോലെ തന്നെ കുടുംബത്തിലെ റിലേറ്റീവ്സ് പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി കട്ട് ബൈ കട്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഡോക്യുമെൻ്ററി ഒരുക്കിയിരിക്കുന്നത്. ബോറടിപ്പിക്കാതെ തന്നെ കടന്നു പോകുന്നത്, ഡ്യൂറേഷനും കുറവാണ്, പെട്ടെന്ന് കണ്ടു തീർക്കാം. തീർച്ചയായിട്ടും കാണാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും കണ്ടു നോക്കുക. ഓൾറെഡി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് ഇനിയും കാണാം. താങ്ക്